സ്റ്റാർ ഉണ്ടാക്കണ്ടേ? അതിനാട്ടോ സ്റ്റാർ ഉണ്ടാക്കാം. അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കാനായിട്ടുള്ള പണിയായുധങ്ങളായി ഞാൻ രംഗത്തിറങ്ങി. കാർഡ്ബോർഡ്, സ്കെയിൽ, സ്കെച്ച്, കാർഡ്ബോർഡ് കട്ടർ, ഇത്രയും സാധനങ്ങൾ. ഈ സ്റ്റാറിൻ്റെ അളവിലാണ് ഞാൻ 3 നക്ഷത്രങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാർഡ്ബോർഡിൽ വെക്കുക, സ്കെയിലും സ്കെച്ചുമായിട്ട് തലങ്ങും വിലങ്ങും വരച്ചെടുക്കുക. അങ്ങനെ കാർഡ്ബോർഡ് കട്ടറുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനൊടുവിൽ 3 നക്ഷത്രങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് 100 വോൾട്ട് ബൾബ് കത്തിയ ഒരു എഫക്റ്റ് ഉണ്ട്. അത് വേറൊന്നുമല്ല, 3 നക്ഷത്രങ്ങളെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. ആദ്യത്തെ സ്റ്റാർ 3D ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എത്രയാണോ നമുക്ക് ഹൈറ്റ് വേണ്ടത് അത് നമ്മൾ വരച്ചെടുക്കുന്നു. സ്കെയിലും സ്കെച്ചും ഉപയോഗിച്ചു, കാർഡ്ബോർഡ് കട്ടർ ഉപയോഗിച്ചു അത് കട്ട് ചെയ്തെടുക്കുന്നു. ഈ കാർഡ്ബോർഡിന് കട്ടി കുറച്ച് കൂടുതലായത് കാരണം തന്നെ സ്കെയിൽ വെച്ച് വേണം എവിടാണോ നമുക്ക് മടക്ക് വേണ്ടത് അത് മടക്കിയെടുക്കാൻ. ഫെവിക്വിക്ക് വെച്ചിട്ട് എല്ലാ സൈഡും അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇതിനകത്ത് ഞാനൊരു കാർഡ്ബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഫെവിക്വിക്ക് വെച്ച് തന്നെ ഒട്ടിച്ചെടുത്തു. ബാക്ക് സൈഡിൽ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട്. അതും ഗ്രേ കളർ എടുത്തിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജിലും ഈ സെയിം ഗ്ലിറ്റർ എടുത്തു ഒട്ടിക്കുന്നുണ്ട്. ഇതിന് ഗമ്മുണ്ട്, പക്ഷേ എന്നിരുന്നാലും അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റേപ്ലർ വെച്ചിട്ട് എല്ലാ സൈഡിലും അടിച്ചു കൊടുത്തു. അപ്പോൾ ഓക്കെ. ഈ ലേസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും എല്ലാ സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 3D സ്റ്റാറിൽ വെക്കാനായിട്ട് നമ്മളൊരു പുൽക്കൂട് വരയ്ക്കുന്നുണ്ട്. അതിൽ അമ്മ മാതാവിനെയും ഉണ്ണിയേശുവിനെയും യൗസേ പിതാവിനെയും വരയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ വരച്ച് വെച്ചതാണ്. കാരണം എൻ്റെ ഭാവനയിൽ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നോക്കി വരച്ചു വെച്ചു. അതിൻ്റെ പുറത്തൂടെ പെൻ കൊണ്ട് വരയ്ക്കുന്നു. 3D സ്റ്റാറിൻ്റെ അകത്ത് ഞാൻ റെഡ് പെയിൻറ്റ് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്രിസ്മസ് ഓർണമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ, ഗമ്മ് വെച്ചിട്ടൊന്നും ഒട്ടിച്ചിട്ടില്ല. നമ്മൾ ഈ വരച്ച ഇതിനെ നമ്മൾ താഴ്ഭാഗം കുറച്ചുകൂടെ എക്സ്ട്രാ പോർഷൻ എടുത്തിട്ട് ഗമ്മ് വെച്ച് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ സ്റ്റാർ സെറ്റ്. രണ്ടാമത്തെ സ്റ്റാറിന് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഫസ്റ്റ് പോർഷൻ കീറിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. ഇതിനകത്ത് എനിക്ക് ചെറിയ അളവിലാണ് സ്റ്റാർ വേണ്ടത്. ഇത്രയും വലിയ അളവിൽ വേണ്ട, ഇതിൻ്റെ ചെറിയ അളവിലാണ് വേണ്ടത്. അങ്ങനെ സ്റ്റാർ വരച്ചിട്ട് പാരലായിട്ട് എല്ലാ ലൈനും വരച്ചെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറിനെ കിട്ടി. ഇതിൽ ക്രൈസ്റ്റ് ദ സേവിയർ ഈസ് ബോൺ എന്നുള്ള എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റാർ നമ്മൾ റെഡ് ചാർട്ട് പേപ്പറിൽ സെയിം അളവിൽ വരച്ചെടുത്തിട്ട് ഒട്ടിക്കുകയാണ്. അങ്ങനെ അത് കട്ട് ചെയ്തു ഒട്ടിച്ചെടുക്കുന്നു. ഇതിൽ നമ്മൾ ജോയ് ടു ദ വേൾഡ് എന്നുള്ള വേർഡിങ്സ് ഒട്ടിക്കുക. ഇത് ക്ലേ വെച്ചിട്ടാണ്, സാധാരണ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ക്ലേ തന്നെയാണ്. സിസേഴ്സ് വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ജോയ് ടു ദ വേൾഡ് എന്നുള്ള അത് സെറ്റായി. വൈനർ ഉപയോഗിച്ചിട്ട് സ്നോ ഫ്ലേക്സിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചെടുത്തു. റെഡിൽ വൈറ്റ് വരുമ്പോൾ ഉള്ള എടുപ്പ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 1, 2, 3 നക്ഷത്രങ്ങൾ കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളുണ്ടാക്കിയ ഏതൊരു വസ്തുവിൻ്റെ സൗന്ദര്യവും എത്ര ആസ്വദിച്ചാലും നമ്മൾക്ക് മതി വരത്തില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം തന്നെയാണ്. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും സന്തോഷപൂർണമായ ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.